ഇന്നലെ വൈകിട്ടായിരുന്നു കുണ്ടന്നൂർ പാലത്തിനടിയിൽ വെച്ച് തമിഴ്നാട് സ്വദേശികളായ സന്തോഷ് സെൽവത്തിനെയും മണികണ്ഠനെയും പോലീസ് പിടികൂടിയത്. പിന്നീട് കണ്ടത് നാടകീയമായ സംഭവങ്ങളായിരുന്നു. പ്രതി സന്തോഷ് സെൽവം പോലീസിൽ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നാലെ 4 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ചതുപ്പിൽ നിന്ന് കേരള പോലീസ് പിടികൂടുകയും ചെയ്യുന്നു. അപ്പോഴും സംശയം ബാക്കിയായിരുന്നത് ഇവർ കുറുവാ സംഘത്തിൽപ്പെട്ടവർ തന്നെയാണോ എന്നായിരുന്നു. അതെ എന്ന് സ്ഥിരീകരിക്കുന്നു പോലീസ്. ഒപ്പം ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവാ സംഘത്തിലെ സന്തോഷ് സെൽവം തന്നെയെന്ന് പോലീസ് പറയുന്നു. അറസ്റ്റിലായ മണികണ്ഠന്റെ കാര്യത്തിൽ പക്ഷേ ഒരു വ്യക്തത വന്നിട്ടില്ല. മോഷണം ലക്ഷ്യമിട്ട് കുറുവാ സംഘത്തിലെ 14ഓളം പേർ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നും ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബു പറയുന്നു. ഒടുവിൽ മണ്ണഞ്ചേരിയിലെ മോഷണത്തിന് പിന്നിൽ കുറുവാ സംഘം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവും സംഘവും. തമിഴ്നാട് തൃച്ചി സ്വദേശിയായ സന്തോഷ് സെൽവം കുറുവാ സംഘത്തിലെ അംഗമാണ്. എന്നാൽ മണികണ്ഠനെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതുവരെയും സ്ഥിരീകരിക്കാനായിട്ടില്ല. സന്തോഷിനെ സംഭവസ്ഥലത്തെത്തിച്ച് ട്രയൽ നടത്തിയതിൽ നിന്നും മോഷണ സമയത്തെ CCTV ദൃശ്യവുമായി പ്രതിക്ക് സാമ്യമുണ്ടെന്നും പോലീസ് മനസ്സിലാക്കി. സന്തോഷിന്റെ നെഞ്ചിൽ പച്ച കുത്തിയതാണ് പ്രധാന തെളിവായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇവരൊരു 12 മുതൽ 14 പേരടങ്ങുന്ന സംഘം എന്നുള്ളതാണ് മനസ്സിലായത്. ഇപ്പോൾ നമ്മുടെ മണ്ണഞ്ചേരിയിൽ നടത്തിയിട്ടുള്ളതെല്ലാം ഈ കുറുവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഈ മണികണ്ഠന്റെ കാര്യത്തിൽ അവ്യക്തതയുണ്ട്. നമ്മൾക്ക് 2ാം പ്രതിയിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. തൃച്ചി സ്വദേശിയായ സന്തോഷ് സെൽവത്തിന് തമിഴ്നാട്ടിൽ 18ഉം കേരളത്തിൽ 8ഓളം കേസുകളുമുണ്ട്. പ്രതി തന്നെ 30ഓളം കേസുകൾ തന്റെ പേരിലുണ്ടെന്നാണ് പോലീസിനോട് പറയുന്നത്. മോഷണത്തിൽ ഉൾപ്പെട്ട മറ്റൊരാളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കുണ്ടന്നൂരിൽ അറസ്റ്റ് ചെയ്യുന്നതിനിടെ തടയാൻ ശ്രമിച്ച സ്ത്രീകൾക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ കേസുകൾ എടുക്കാൻ മണ്ണഞ്ചേരി പോലീസ് റിപ്പോർട്ട് നൽകും. തൊണ്ടിമുതലുകൾ വിൽക്കാൻ ഉൾപ്പെടെ സഹായിക്കുന്നതും കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതും ഇവരുടെ കൂടെയുള്ള സ്ത്രീകളാണെന്നും ഡിവൈഎസ്പി പറഞ്ഞു. അതേസമയം പോലീസ് കസ്റ്റഡിയിലുള്ള സന്തോഷും മണികണ്ഠനും നിരപരാധികളാണെന്നും ഇവരെ വെറുതെ വിടണമെന്നും ആവശ്യപ്പെട്ട് അമ്മയും ഭാര്യയും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. സന്തോഷ് സെൽവത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. റിപ്പോർട്ടർ TV, ആലപ്പുഴ.